ഇത് കേരളത്തിലുള്ളവരൊക്കെ കണ്ടു കാണുമെന്ന് അറിയത്തില്ല. ഇത് താമരയുടെ വേരാണ്. ഇത് ഞങ്ങളുടെ ഇവിടെയൊക്കെ എപ്പോഴും കിട്ടുന്നതാണ്. ഇത് വെച്ച് ഞാൻ ഇന്നൊരു സബ്ജി ഉണ്ടാക്കാൻ പോവുക. ഇതിങ്ങനെ നമ്മൾ ചീകി ചീകി എടുക്കണം. തൊലിയെല്ലാം ചീകിയിട്ട് കൊച്ചു കൊച്ചു പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് കഴിക്കാൻ നല്ല സ്വാദുള്ള ഒരു സാധനമാ. നമ്മൾ ചേമ്പൊക്കെ വേവിക്കുന്ന മാതിരി ഇരിക്കും. നല്ല വിളഞ്ഞതാണ് ഇത്. നല്ലതുപോലെ ചിരണ്ടി എടുത്തു. ഇനി ഇതിന്റെ രണ്ടു വശവും കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് കൊച്ചു കൊച്ചു പീസായിട്ട് കണ്ടിച്ചെടുക്കാം. എനിക്ക് ഇപ്രാവശ്യം നല്ല വിളഞ്ഞതാക്കിട്ടെ. ഇത് നമ്മൾ കൂട്ടാൻ വെച്ചാൽ നല്ല രുചിയായിരിക്കും. എൻ്റെ അമ്മ ഇവിടെ വരുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ കൂടെ കൊച്ചൊരു ഉരുളക്കിഴങ്ങും കൂടെ കണ്ടിച്ചിടാം. എന്നിട്ട് ഇത് കഴുകിയെടുക്കാം. ഇത് കഴുകി വാരിയെടുത്ത് ഇതിനി നമുക്ക് കുക്കറിലിട്ട് 2 സീറ്റി കൊടുക്കുക. ശകലം ഉപ്പും മഞ്ഞളും കൂടെ ഇടണം. ഒരു ഗ്ലാസോളം വെള്ളം ഒഴിച്ച് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, നമുക്ക് 2 സീറ്റി അടിക്കുക. സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്ത് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ചൂടായി അതിലേക്ക് ഇച്ചിരി പെരുംജീരകം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതിൽ ചേർക്കേണ്ട സാധനങ്ങള് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചത്, തക്കാളി. ആദ്യം നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്നു വന്നു. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. അതിന്റെ പച്ചമണം ഒന്ന് മാറിട്ട് ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും. വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി എടുത്തുമ്പോ വേവട്ടെ. തക്കാളി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മസാലയൊക്കെ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. മസാലയുടെ പച്ചമണം ഒന്നും മാറി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് മുമ്പേ വേവിച്ച് വെച്ചിരുന്ന താമരയുടെ തണ്ടിട്ട് കൊടുക്കും. ആദ്യം നല്ലൊരു തിള വന്നിട്ട് പിന്നെ ചെറിയ തീയിൽ നമ്മളെ ഇറച്ചി വേവിക്കുന്ന മാതിരി ഇത് വേവിച്ചെടുക്കാം. തയ്യാറായോന്ന് നോക്കാം. നല്ല ഇതായി. ഇത് ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അങ്ങനെ നമ്മളുടെ താമരത്തണ്ടിന്റെ കറി തയ്യാറായി.